ഹായ് കൂട്ടുകാരെ, ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പളവിൽ 3 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അത് ഞാൻ എടുത്തിട്ടുള്ളതൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. കൂടെ 3/4 മുറി നാളികേരം ചെറുതാക്കി ചിരവി എടുത്തിട്ടുണ്ട്. 2 നേന്ത്രപ്പഴം, അധികം പഴുക്കാത്തത്, എന്നാൽ പഴുക്കുകയും വേണം, അല്ലെങ്കിൽ ഒരു ചവർപ്പുണ്ടാവും. 2 എണ്ണം ഇതുപോലെ പൊടിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് പരിചയപ്പെടുത്താം. ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പുട്ടിലേക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 3 കപ്പ് ഗോതമ്പ് പൊടിയല്ലേ എടുത്തത്, 2 കപ്പ് വെള്ളമാണ് തിളപ്പിക്കുന്നത്. 2 ഗ്ലാസ് വെള്ളം, സ്റ്റീൽ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നത്. ഉപ്പ് വെള്ളത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. നല്ലപോലെ ഇത് തിളച്ച് വരട്ടെ. പൊടി കുഴയ്ക്കുന്നതിന് മുമ്പ് ഒരു 1/4 ടീസ്പൂൺ ശുദ്ധമായ നെയ്യ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഇളക്കാൻ വേണ്ടി മരത്തിൻ്റെ ഒരു തവിയുടെ വാൽഭാഗം ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് വേണം നമുക്കിത് ഇളക്കി കൊടുക്കാൻ. വെള്ളം വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫാക്കാം. അതിനുശേഷം നമുക്ക് ഈ വെള്ളം ഈ ചൂടോടുകൂടി ഈ പൊടിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചതും നമ്മൾ എന്ത് ചെയ്യണം, ഇളക്കി കൊടുക്കണം. ആദ്യം കുറച്ച് ഒഴിച്ചാൽ മതി, നല്ലപോലെ ഇളക്കി കൊടുക്കുക. വെള്ളം ഏറരുത്, ഒരുപാട് കട്ട പോലെ ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ ആവുകയും ചെയ്യരുത്. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ പുട്ടിന് ആവശ്യമായ വെള്ളം ഗ്യാസിൻ്റെ ചെറിയ അടുപ്പത്ത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കണം. എനിക്കിവിടെ 1.25 ഗ്ലാസ് വെള്ളമേ ആവശ്യമായി വന്നുള്ളൂ. കാരണം ചില ഗോതമ്പ് പൊടികൾക്ക് വെള്ളം കൂടുതൽ വേണം, അതുകൊണ്ടാണ് 2 ഗ്ലാസ് വെച്ചത്. ഇവിടെ 1.25 ഗ്ലാസ്സാണ് ഞാൻ പകർന്നിട്ടുള്ളത്. ഇത് നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഒന്ന് ചൂടാറിയ ശേഷം നല്ലപോലെ കുഴച്ചെടുക്കണം. ഒന്ന് ചൂടാറട്ടെ. ഇപ്പോൾ ഇതിന് ഇളം ചൂടാണുള്ളത്. അപ്പോൾ ഞാനിത് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട പിടിച്ച് കുഴയ്ക്കരുത്, ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാകും. ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത്, ഇത് നമ്മൾ വാരിയിട്ട് ഇങ്ങനെ ഇട്ടാൽ ഇതാ മഴ പെയ്യുന്ന പോലെ ഉണ്ടാവും. പൊടിയാവാനും പാടില്ല, എന്നാൽ കട്ടയാവാനും പാടില്ല. ചെറിയ ചെറിയ കഷ്ണങ്ങളും കട്ടകളും ഒക്കെ കടന്നോട്ടെ. ഇതിലേക്ക് ഞാൻ ഈ ഒരു നാളികേരം ഇട്ട് കൊടുക്കുകയാണ്. നാളികേരത്തോടൊപ്പം തന്നെയാണ് ചേർക്കുന്നത്. ഒപ്പം തന്നെ പഴനുറുക്കും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുട്ടികൾക്ക് വളരെ ആരോഗ്യപ്രദമായ ഒരു പുട്ടാണിത്. വാർദ്ധക്യം ബാധിച്ച ആളുകൾക്കും വളരെ നല്ലതാണ്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഇങ്ങനെ വേദനിക്കാത്ത വിധം ഇളക്കി കൊടുക്കണം. പതുക്കെ ഇളക്കി കൊടുക്കുക. വെള്ളം ഏറരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനൊരു ഏകദേശ അളവാണ് പറഞ്ഞിട്ടുള്ളത്, 2 ഗ്ലാസ് എന്നത്. ഇപ്പം നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ നാളികേരമൊന്നും പുട്ടിൽ നിന്നും ചാടിപ്പോവുകയില്ല. നമുക്ക് സ്വാദോടുകൂടി കഴിച്ചാൽ മതിയാകും. ഈ പുട്ടിനൊപ്പം ചട്നി കൂടി ഉപയോഗിക്കാം. ഞാനിവിടെ വെറുതെയാണ് ഇത് കഴിക്കാൻ പോകുന്നത്. നമുക്കിനി ഇത് പുട്ടുകുടത്തിലേക്ക് നിറച്ച് കൊടുത്ത് ആവി കയറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മിശ്രിതം പുട്ടുകുറ്റിയിൽ നിറച്ച് കൊടുക്കാം. പുട്ടുകുറ്റിയിൽ ചില്ല് വെച്ച് ഇങ്ങനെ നിറച്ച് കൊടുക്കാം. തിളച്ച വെള്ളത്തിൽ തന്നെ ചെയ്യണം. ഇളം ചൂടുവെള്ളത്തിൽ ചെയ്താൽ ഇതിന് ഭയങ്കര ബലമായിരിക്കും. അതുപോലെ പച്ചവെള്ളത്തിൽ ചെയ്താലും പുട്ടിന് ഭയങ്കര ബലമായിരിക്കും. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ലോണം അമർത്തി കൊടുക്കാം.
5 മിനിറ്റ് മതി ഇത് വേവാൻ. നല്ലോണം വേവണം. വെന്തില്ലെങ്കിൽ അത് ഈ പുട്ടുകുറ്റിയിൽ നിന്നും എടുത്താൽ വരികയില്ല. നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആ പുട്ടുകുറ്റിയിൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കൂടി ആയിട്ടാണ്. അതുപോലെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇത് കുഴച്ചെടുക്കുമ്പോൾ പാത്രത്തിൽ ഇത് ഒട്ടിപ്പിടിക്കുകയുമില്ല. വേറിട്ട് ഇങ്ങനെ കിടക്കും. അതും കൂടി ശ്രദ്ധിക്കണേ. നമ്മുടെ പുട്ടുകുറ്റിയിൽ നിന്നും ഇങ്ങനെ ആവി ഇങ്ങനെ പോവുകയാണ്. ഈ ഒരു സമയത്താണിത് വെന്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് തീ കുറച്ച ശേഷം പുട്ടുകുറ്റിയിൽ നിന്നും പുട്ടിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ആദ്യം അടപ്പ് തുറന്നിട്ട് വേണം ഈ സംഭവം ഇളക്കിയെടുക്കാൻ. 3 കപ്പ് പൊടിക്ക് 3 പുട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത് എപ്പോഴും സോഫ്റ്റ് ആയിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിനൊരു ബലവും ഉണ്ടാവില്ല. നല്ല സോഫ്റ്റ് ആയിരിക്കും. ഉപ്പ് പാകത്തിനിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ 1 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഴം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചേർത്തണമെന്ന് നിർബന്ധമില്ല. ഞാനൊരു ചെറു മധുരത്തിന് വേണ്ടിയിട്ടാണ് പഴം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എനിക്കത് ഇഷ്ടമായതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാദൂറും കൊതിയൂറും പഴം ചേർത്ത ഗോതമ്പ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യൂ.